ലോ അക്കാദമി വിഷയത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് കെഎസ്യു നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ കെഎസ്യു പ്രവർത്തകർ കല്ലെറിഞ്ഞു. റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച കെഎസ്യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, എങ്ങനെയായിരുന്നു പ്രതിഷേധം? വിവരങ്ങൾ. സൗമ്യ, ലോ അക്കാദമി വിഷയത്തിൽ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കെഎസ്യുവും എബിവിപി പ്രവർത്തകരുമാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യം കെഎസ്യുവിന്റെ മാർച്ചിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉള്ള ബാരിക്കേഡ് പ്രവർത്തകർ വലിച്ചിടാൻ ശ്രമിച്ചു. അതിനിടെ പോലീസിന് നേരെ കല്ലേറും ഉണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശുകയും 3 പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അതിനുശേഷമാണ് എബിവിപി പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് എത്തിയത്. അവരും ബാരിക്കേഡ് വലിച്ചിടാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഏതായാലും ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ 2 വിദ്യാർത്ഥി സംഘടനകളും സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഈ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും മറ്റൊരു അനിഷ്ട സംഭവം കൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു. സ്ത്രീക്ക് നേരെ ആക്രമണം. അമ്മയെ മകൻ കുത്തുകയായിരുന്നു. സ്ത്രീയുടെ കഴുത്തിലാണ് കുത്തേറ്റത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വിവരങ്ങളും ഷീജ നൽകുന്നതാണ്. ഷീജ, എന്താണ് സംഭവിച്ചത്? സൗമ്യ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. അമ്മയും മകനും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് കത്തികൊണ്ട് കുത്തുകയുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പേരൂർക്കട സ്വദേശിയായിട്ടുള്ള പുളിയറക്കോണം സ്വദേശിയായിട്ടുള്ള ദീപ 35 വയസ്സാണ്. ദീപയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ദീപയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മകന്റെ പേര് അഭിജിത്ത് എന്നാണ്. +2 വിദ്യാർത്ഥിയാണ്. അഭിജിത്തിനെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.